അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളൊക്കെയും ഉള്ള ഒരു സദസ്സിൽ ഒരു രാത്രി സമയത്ത് ഒരു ഫക്കീറായ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വന്നുകൊണ്ട് യാചിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഞാൻ വല്ലാത്ത വിശപ്പിലാണ്, ഞാൻ ഭക്ഷണം കഴിക്കാത്ത കുറേ ദിവസങ്ങളായി, എന്തെങ്കിലും അവിടെ നിന്ന് എനിക്ക് നൽകണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലൊന്നും കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ, കാരണം മുത്തുനബിയുടെ മുമ്പിലാണല്ലോ വന്നത്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം വന്നപ്പോൾ മുത്തുനബി വല്ലാത്ത വിഷമിച്ചു. കാരണം ഒരു പാവപ്പെട്ടവൻ മുന്നിൽ വരികയാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും നൽകണമല്ലോ, പക്ഷേ കയ്യിലൊന്നുമില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ എല്ലാ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ അയക്കുകയാണ്. എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വല്ല ഭക്ഷണം ഈ പാവപ്പെട്ട ഫക്കീറായ മനുഷ്യനിക്ക് നൽകാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സ്വഹാബാക്കളോട് നിങ്ങൾ നൽകണമെന്ന് പറയുന്നതിന് മുമ്പ് തൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്കെന്തെങ്കിലും ആദ്യം കൊടുക്കാൻ സാധിക്കുമോ എന്ന് മുത്തുനബി അന്വേഷിച്ചപ്പോൾ ആരുടെ വീട്ടിൽ ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ഇയാളൊന്നു സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ എന്ന്. ഇതൊക്കെയും കണ്ടു നിന്ന സ്വഹാബാക്കൾ വളരെ വിഷമിക്കുകയാണ്. കാരണം മുത്തുനബി എന്തുമാത്രം താല്പര്യമാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഓരോ സ്വഹാബിനിക്കുമുണ്ട്, ഇയാളൊന്ന് വീട്ടിൽ കൊണ്ടുപോകണം, ഇയാളൊന്ന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിപ്പിക്കണം. അത് അയാൾക്ക് സന്തോഷിക്കുന്നതിനേക്കാൾ മുത്തുനബി ഇത് വല്ലാത്തൊരു സന്തോഷിക്കുമെന്ന് എല്ലാ സ്വഹാബാക്കൾക്കറിയാം. എല്ലാവരും ഇങ്ങനെ കൊതിക്കുകയാണ്, ഞാൻ ഇയാളെ കൊണ്ടുപോയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ ആർക്കും കൊണ്ടുപോകാൻ ധൈര്യമില്ല. കാരണം എല്ലാവരുടെ വീട്ടിൻ്റെ സ്ഥിതി അവർക്കറിയാമല്ലോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ എണീക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു എണീച്ചുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, അന യാ റസൂലല്ലാഹ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന്. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ എന്തുണ്ടോ ഒന്നും ചിന്തിച്ചില്ല, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനൊന്ന് കൊണ്ടുപോകാം, ഇത് കേട്ടാൽ മുത്തുനബി സന്തോഷിക്കുമല്ലോ, അത് മതി എന്നുള്ള വല്ലാത്തൊരു ഈമാനാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ സമയത്ത് കാണിച്ചത്. മുത്തുനബിക്ക് വല്ലാത്തൊരു സന്തോഷമായി. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം ആയല്ലോ എന്ന് കരുതി അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കൂടെ ആ ഫക്കീറായ മനുഷ്യനെ അയക്കുകയാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനിക്ക് പേടിയാകുന്നു, എന്തെങ്കിലും വീട്ടിലുണ്ടാകുമോ എന്ന്. അങ്ങനെ പെട്ടെന്ന് പോയി തൻ്റെ ഭാര്യയോട് പറയുന്നു, അതാ മുത്തുനബിയുടെ ഒരു വിരുന്നുകാരൻ മുത്തുനബി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും നീ കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യ പറഞ്ഞു, നോക്കണം, മഹാന്മാരായ സ്വഹാബിയത്തായ വനിതകളായ ഉമ്മമാരുടെ ഈമാൻ. ആ മഹദിക്കും വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം മുത്തുനബിയുടെ ഒരു അതിഥിയാണല്ലോ, മുത്തുനബി അയച്ച ഒരാളാണല്ലോ, പക്ഷേ കൊടുക്കാനൊന്നുമില്ലല്ലോ. തൻ്റെ ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇവിടെ ഒന്നുമില്ല, കുറച്ച് ഭക്ഷണം അത് നമ്മുടെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് പോലും കഴിക്കാൻ ഇവിടെയില്ല, നമ്മളെ മക്കൾക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അത് കേട്ടപാടെ, ഇനിയൊന്നും നോക്കണ്ട മോളെ, നീ ഏതായാലും ഇന്നത്തെ ദിവസം നമ്മളെ മക്കളെ നീ അവർക്ക് ഭക്ഷണം കൊടുക്കാതെ തന്നെ എന്തെങ്കിലും അവരോട് പറഞ്ഞ് അവരോട് ഉറങ്ങാൻ പറയാം, ആ ഭക്ഷണം ഇദ്ദേഹത്തിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ മഹദി തൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കുട്ടികളെ അവിടെ നിന്ന് ഉറക്കി അങ്ങനെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ അതിഥിയും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നിട്ടും അവർ ചെയ്ത മറ്റൊരു ഹിക്മത്താണ്, അവിടെയുള്ള വിളക്ക് അവിടുന്ന്
കെടുത്തിക്കഴിഞ്ഞു. കാരണം അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ഭക്ഷണം മാത്രമാണ്. അപ്പോൾ വിളക്ക് ഉള്ളതോടുകൂടെ അവർ ഭക്ഷിക്കുകയാണെങ്കിൽ അതിഥി മനസ്സിലാക്കും ഇവർ കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് കഴിക്കാൻ വലിയൊരു താല്പര്യമുണ്ടാവില്ല, വിഷമമുണ്ടാകുമല്ലോ. അതുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ചെയ്തൊരു ഹിക്മത്താണ് അവിടെയുള്ള വിളക്കുകൾ കെടുത്തി ഇരുട്ടിലായിട്ട് അദ്ദേഹത്തിനിക്ക് ഭക്ഷണം നൽകുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇവരും എന്നെ കൂടെ ഭക്ഷിക്കുന്നതായിരിക്കാമെന്ന് കരുതി അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണമൊക്കെ നല്ല പള്ള നിറയുന്നത് വരെ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം പോവുകയാണ്. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യയും അവിടുത്തെ വീട്ടുകാരും മക്കളൊക്കെയും അതാ അന്ന് വിശപ്പ് സഹിച്ച് കിടന്നുറങ്ങുകയാണ്. ഇതാണ് സ്വഹാബാക്കളുടെ ജീവിതം. ഇത് കേട്ടപാടെ ഇത് അറിഞ്ഞപാടെ മുത്തുനബി പിറ്റേ ദിവസം സ്വഹാബാക്കളുടെ ഇടയിലായിട്ട് അബൂ തൽഹയെ മുത്തുനബി മദ്ഹ് ചെയ്യുന്നു, സന്തോഷം കൊള്ളുന്നു, അബൂ തൽഹക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. എന്തൊരു ഈമാനാണ്! സ്വന്തത്തിനേക്കാൾ മറ്റൊരാളുടെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ വലിയൊരു ഈമാനാണ് സ്വഹാബാക്കളെ ഇത്രമാത്രം വലിയ സ്ഥാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നും കൂടി നാം വായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല സ്വഭാവം തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.